നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമരുന്ന സംസ്ഥാനത്തിന് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് മെമ്മോറാണ്ടം സമർപ്പിക്കാൻ മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം ഡൽഹിയിലുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വർഷം കേന്ദ്ര സർക്കാർ 17,000 കോടി കുറച്ചുവെന്ന വിമർശനം. നികുതി വരുമാനം വീതം വെച്ചതിൽ കുറവ് വന്നു. കിട്ടാനുള്ള തുക നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും കെ എൻ ബാലഗോപാൽ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന ISROയുടെ വാണിജ്യ ദൗത്യമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് LVM-3 ടവറുകളും കേബിളുകളും ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ഇന്റർനെറ്റ് സേവനം എത്തിക്കുക ലക്ഷ്യം. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കലഹം രൂക്ഷം. DCCക്കെതിരെ ദീപ്തി മേരി വർഗീസ്. KPCC സർക്കുലർ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന വിമർശനം. 100% പാലിക്കപ്പെട്ടുവെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് KC വേണുഗോപാൽ. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിചിത്ര നടപടിയെന്ന വിമർശനവുമായി അജയ് തറയിൽ. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. ആഘോഷ നിറവിൽ സംസ്ഥാനത്തെ ദേവാലയങ്ങൾ. പാലക്കാട് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണം ദൗർഭാഗ്യകരമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് ബാവ. ആശങ്കകൾ അറിയിക്കേണ്ട കേന്ദ്രങ്ങളിൽ കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്ന് കത്തോലിക്ക ബാവ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. ഗുരുതരമായി ന്യൂമോണിയ ബാധിച്ച ആളുകളുടെ സാമ്പിളുകൾ പരിശോധിക്കും. ഫാമുകളിലുള്ളവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുമെന്നും മന്ത്രി. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് തലസ്ഥാനത്ത് വൈകിട്ട് 5:45 തിരുവനന്തപുരത്ത് പ്രത്യേക വിമാനത്തിലെത്തും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 3 T20 മത്സരങ്ങൾ കളിക്കും. ആദ്യ മത്സരം മറ്റന്നാൾ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4:30 കൂടിക്കാഴ്ച. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച. 5,944 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഈ വർഷം കേന്ദ്ര സർക്കാർ 17,000 കോടി കുറച്ചുവെന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തീരുമാനമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ പ്രതികരിച്ചു. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 3 മാസത്തേക്ക് നമുക്ക് കിട്ടേണ്ടത്. അതുകൂടാതെ പവറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേറെ തുകയും കൂടെ ഉണ്ട്. അപ്പോൾ ആ 12,000 കോടി രൂപ കിട്ടേണ്ടതെന്നും 5,900 ഏകദേശം പകുതി 6,000 കോടിയോളം രൂപ പോകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കലാണ്. അപ്പോൾ ഈ വർഷം തന്നെ 17,000 കോടി രൂപയാണ് എടുക്കാവുന്ന കടമെഴുതിയെന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് വെട്ടിക്കുറച്ച് ഇതുകൂടെ വരുമ്പോൾ 17,000 കോടിയാവും. ഒരു വർഷത്തെ നമ്മൾ കണക്കൂട്ടി പ്രതീക്ഷിക്കുന്നത് 17,000 കോടി ഒറ്റ വർഷം തന്നെ പോകാമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. രാജ്യത്തിന്റെ ബഹിരാകാശ വാണിജ്യ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച് ISRO. ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായ അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് കുതിച്ചു. ഇന്ന് രാവിലെ 8:55 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ഉപഗ്രഹ വിക്ഷേപണം. 3, 2, 1, 0. AGM-3M6 Bluebird Block 2 mission, a majestic liftoff. The rocket is beautifully searing through the bright Sriharikota sky.
ബാഹുബലി എന്ന് പേരിട്ടിരിക്കുന്ന റോക്കറ്റാണ് ഉപഗ്രഹവും വഹിച്ച് കുതിച്ചത്. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ഏകദേശം 6100 കിലോഗ്രാം ഭാരമുണ്ട് ഈ ഉപഗ്രഹത്തിന്. ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹം കൂടിയാണിത്. ബഹിരാകാശത്തു നിന്നും നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് 4G, 5G ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലൂബേർഡ് വിക്ഷേപിച്ചത്. ഇതിലൂടെ സാധാരണ മൊബൈൽ ടവറുകൾ ഇല്ലാത്ത മേഖലകളിലും ഇനി മൊബൈൽ റേഞ്ച് ലഭ്യമാകും. 223 ചതുരശ്ര മീറ്റർ നീളമുള്ള ആന്റിനകളുള്ള പേടകം ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയിലേക്കാണ് ലോകം ഒരു ചുവടുകൂടി വെക്കുന്നത്. ഇതിനു മുൻപ് 4400 കിലോ ഭാരമുള്ള ഉപഗ്രഹം നവംബർ 2-ന് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചിരുന്നു. AST സ്പേസ് മൊബൈൽ 2024 സെപ്റ്റംബറിൽ ബ്ലൂബേർഡ് 1 മുതൽ 5 എന്നിങ്ങനെ 5 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഇവ US-ലും മറ്റു തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലും തുടർച്ചയായ ഇന്റർനെറ്റ് സേവനം നൽകുന്നുമുണ്ട്. നിലവിൽ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ ബന്ധിപ്പിക്കുമെന്നാണ് AST സ്പേസ് മൊബൈലിന്റെ അവകാശവാദം. അതേസമയം ഇന്ത്യയിൽ വാണിജ്യ കരാറിന് കീഴിലുള്ള വിക്ഷേപങ്ങളുടെ ചുമതല ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊച്ചിയിൽ മേയറെ നിശ്ചയിക്കുന്നതിൽ KPCC സർക്കുലർ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ആവർത്തിച്ച ദീപ്തി മേരി വർഗീസ്. കോർ കമ്മിറ്റി ചേർന്ന മേയറെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം മേയർ സ്ഥാനം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിരുന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് 1-ലധികം പേർ പരിഗണിക്കപ്പെട്ടാൽ KPCC നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. അംഗങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരവുമുണ്ടായില്ല. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവർക്ക് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പിന്തുണ സംബന്ധിച്ച കണക്കുകൾ വിശ്വാസയോഗ്യമല്ല എന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. ഇതിന് നേതൃത്വം കൊടുക്കണമെന്നും ലീഡ് ചെയ്യണമെന്നും അത്തരത്തിലൊക്കെ എന്നോട് പറയേണ്ട ആളുകൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നതും. പിന്നീട് ഒരു മാറ്റമുണ്ടായത് എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ്. അതിനകത്ത് ഒരു ഉത്തരവില്ല. അല്ല, KPCC സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC-യുമായി അതിന് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയും. അതിൻ്റെ അകത്ത് പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രയാണത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. KPCC എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ബോഡിയാണ്. KPCC കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചി മേയറെ തീരുമാനിക്കുന്നതിൽ KPCC നിർദ്ദേശം 100% പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. മുൻ കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. കൂട്ടായ നേതൃത്വമാണ് തീരുമാനമെടുത്തത്. അത് അറിയിക്കുക എന്നത് മാത്രമാണ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്തതെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അല്ല, KPCCക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് വരേണ്ടതെന്നുള്ളൊരു മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം 100% പാലിക്കപ്പെട്ടിട്ടാണ് കൊച്ചി മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. എക്കാലത്തും അങ്ങനെയാണ്. കൊച്ചിയിൽ അത് 2010-ലും അതിനുശേഷവും ഒക്കെ ആ രീതിയിലാണ് മേയറെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം തിരഞ്ഞെടുത്തത്. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിന്ന് പൊരുതിയവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് മാത്യു കുഴൽനാടൻ. ഈ പരിഗണനയിലാണ് KPCC സർക്കുലർ ഇറക്കിയത്. ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനത്തേക്ക് വരണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. ഭൂരിപക്ഷം നോക്കി സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് പുതിയ മാനദണ്ഡങ്ങളാകാം. അങ്ങനെയെങ്കിൽ അത് എല്ലായിടത്തും പാലിക്കപ്പെടണമെന്നും മാത്യു കുഴൽനാടൻ കൊച്ചിയിൽ പ്രതികരിച്ചു. രംഗത്ത് KSU കാലഘട്ടം മുതൽ KPCC തലം വരെ സംഘടനാ രംഗത്ത് നിന്നും പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് അതനുസരിച്ചുള്ള അനുയായികളും പിന്തുണയും എതിർപ്പുകളും ഉണ്ടാവും. കാരണം അവർ പല തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ പാർട്ടിക്ക് അത് ബൈലാറ്ററലായിട്ട് വരുന്ന പലരും ഉണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ട്
ഒരുപക്ഷെ ഒരു പ്രത്യേക പദവിയിലേക്കോ ഒരു പ്രത്യേക സ്ഥാനത്തേക്കോ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലോ ബൈലാറ്ററലായി പാർട്ടി മെയിൻ സ്ട്രീമിൽ എൻ്റർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള എതിർപ്പുകൾ ഒരു പക്ഷേ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ സ്വീകാര്യത, ആർക്കും എതിർപ്പില്ലാത്ത പേര്, അല്ലെങ്കിൽ എല്ലാവരും പിന്തുണയ്ക്കുന്ന പേര്. കാരണം എന്തുകൊണ്ടാണ്? അവർ പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോ പാർട്ടിയുടെ സംഘടനാ സ്ട്രക്ചറിലോ പെയിനും കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് കൊണ്ടാണ് ആർക്കും എതിർപ്പില്ലാത്തത്. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് TJ വിനോദ് MLA. പരാതികളെല്ലാം പരിഹരിക്കപ്പെടും. കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പുകളില്ല. ഗ്രൂപ്പുകളുടെ പോരാട്ടം എന്ന അജയ് തറയിലിന്റെ പ്രതികരണം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും TJ വിനോദ് പറഞ്ഞു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ടാവും, സ്ഥാനം കിട്ടാത്തവരുണ്ടാവും. അതിൻ്റെതായ ഒരു പ്രയാസങ്ങളുണ്ടാവും. അതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും KPCCയുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചു DCC. അല്ല, അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ KPCC തീരുമാനിക്കേണ്ടത്. ഐ ഗ്രൂപ്പിനിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ പറ്റാതെ പോയോ? അതാണ് സംഭവിച്ചത്. ഇപ്പം ഗ്രൂപ്പില്ലല്ലോ. കൊച്ചി മേയറെ തീരുമാനിക്കുന്ന വിഷയത്തിൽ DCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏകാധിപത്യപരമായ നടപടിയെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. കോർ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഗ്രൂപ്പുകളുടെ പടയോട്ടമാണ് നടന്നത്. ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദവും സ്വാധീനവുമാണ് ഉണ്ടായത്. മേയറെ തീരുമാനിക്കുന്നതിൽ KPCCയുടെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. ദീപ്തിയെ മേയറാക്കുമെന്ന തിരഞ്ഞെടുപ്പിൽ പൊതുവെ സംസാരമുണ്ടായിരുന്നു. എന്നാൽ ദീപ്തിക്കെതിരെ ആസൂത്രിതമായ നീക്കം നടന്നിരിക്കുന്നു. കോൺഗ്രസ് അല്ല, ചില നേതാക്കളാണ് ദീപ്തിയെ വഞ്ചിച്ചത്. ഗ്രൂപ്പുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ACCക്കും KPCCക്കും പരാതി നൽകുമെന്നും അജയ് തറയിൽ പറഞ്ഞു. അങ്ങനെ കേട്ടതിന് ശേഷം രണ്ടാമത്തെ മണിക്കൂറിൽ മേയറെ പ്രഖ്യാപിച്ചു. കോർ കമ്മിറ്റി കൂടിയില്ല. കോർ കമ്മിറ്റിയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂരിപക്ഷം ഞാൻ പറയുന്നത് ഇപ്പോഴും എനിക്ക് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ നല്ലൊരു ഭൂരിപക്ഷമുള്ള ആളെ അല്ല മേയറാക്കിയിരിക്കുന്നത്. അപ്പോൾ KPCCയുടെ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചിരിക്കുന്നു. ഈ ടൈ വന്നാൽ മാത്രമാണ് പങ്കുവെക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു ടൈമില്ല. എന്നിട്ട് ഭൂരിപക്ഷമുള്ള ആളെ ആക്കാതെ അല്ലാത്ത ആളെ ആക്കിയിരിക്കുന്നു. വളരെ വിചിത്രമായ നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. കൊച്ചി മേയർ വിവാദത്തിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ MP. തീരുമാനം പാർട്ടിയുടേതാണ്, അത് എല്ലാവരും അംഗീകരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യും. കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അതിനാഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പക്ഷത്താണ് എൻ്റെ നിലനിൽപ്പ് കൃത്യമായിട്ടും. പിന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ KSU പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1987 കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കൊച്ചുകുട്ടി, മഹാരാജാസ് കോളേജിൽ നിന്ന് KSUവിന് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്ന് KSUവിന്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്നു മുതൽ ഇന്നുവരെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നു തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനത്തിനായി CPM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് ജില്ലാ കമ്മിറ്റി. സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിലും ചർച്ചയാകും. നവകേരള പ്രഖ്യാപനം വേണ്ടവിധം ജനങ്ങളിലെത്തിക്കാൻ പോയതും LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയതടക്കവും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. തൃശൂർ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ നിജി ജസ്റ്റിനും പരിഗണനയിൽ. ലാലി ജെയിംസിന് പുറമെയാണ് നിജി ജസ്റ്റിനും പരിഗണനയിലുള്ളത്. ദേശീയ നേതൃത്വവുമായുള്ള അടുപ്പം നിജി ജസ്റ്റിന് തുണയായേക്കുമെന്നാണ് സൂചന. ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ നിജിക്കുണ്ട്. കിഴക്കമ്പാട്ടുകര കൗൺസിലറും DCC വൈസ് പ്രസിഡന്റുമാണ് നിജി ജസ്റ്റിൻ. തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റ്. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ടെന്നാണ് പോസ്റ്റ്. DT ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ചരടുവലിക്ക് പിന്നിൽ ബ്ലോക്ക് പ്രസിഡന്റെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട്.
കണ്ണൂർ പാനൂർ ലീഗിൽ തർക്കം നഗരസഭാ ചെയർപേഴ്സണെ ചൊല്ലിയാണ്. നൌഷദ് കൂടത്തിലിനെ ചെയർപേഴ്സണാക്കാനാണ് പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി അണികൾ രംഗത്ത് വന്നു. ഉമൈസ തിരുവമ്പാടിയെ നഗരസഭാ അധ്യക്ഷയാക്കണമെന്നാണ് ആവശ്യം. അതേസമയം ഉമൈസയെ പിന്തുണയ്ക്കുന്നവർ പാനൂർ ടൗണിൽ പ്രകടനം നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം കർണാടകയിലെ ബെല്ലാരിയിലെത്തി ഗോവർദ്ധന്റെ റുദ്ധം ജ്വല്ലറിയിൽ പരിശോധന നടത്തുകയാണ്. അതേസമയം വിഗ്രഹം കടത്തിയെന്ന കേസിൽ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. D മണിയുടെ അടക്കം മൊഴിയെടുക്കും. രജിത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രജിത്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘത്തിന്റെ അന്വേഷണം കൂടുതൽ പുതിയ തലങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. ഈ ബെല്ലാരിയിലെത്തി ഗോവർദ്ധന്റെ റുദ്ധം ജ്വല്ലറിയിൽ പരിശോധന നടത്തുന്നതിലേക്ക് അടക്കം നീങ്ങുന്നു. ഒപ്പം ഈ വിദേശ വ്യവസായിയുടെ മൊഴി അങ്ങേയറ്റം നിർണായകമാണല്ലോ. അതിന്മേൽ എന്ത് അന്വേഷണമാണ് നടക്കുക? കൃത്യമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം അവർ ബെല്ലാരിയിലെ റുദ്ധം ജ്വല്ലറിയിൽ പരിശോധന നടത്തുകയാണ്. ഇത് രണ്ടാം തവണയാണ് റുദ്ധം ജ്വല്ലറിയിലെത്തിയ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. ആദ്യമായി നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തേടിയുള്ള യാത്രയിലായിരുന്നു ഇവർ റുദ്ധം ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ഇതിന്റെ ഉടമയായിട്ടുള്ള ഗോവർദ്ധനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഗോവർദ്ധന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ബെല്ലാരിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം തന്നെ അവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഏകദേശം അഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ 10ഓളം വരുന്ന ജീവനക്കാരുണ്ട്. ഇവരിൽ നിന്നടക്കം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടെ നിന്ന് 474 ഗ്രാമോളം സ്വർണം നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ സ്വർണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അന്വേഷണ സംഘം രണ്ടാമതും നേരിട്ടെത്തിയുള്ള പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ചെന്നൈ സ്വദേശിയായിട്ടുള്ള D മണി എന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പ്രത്യേകമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതും മറ്റൊരു സംഘമാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു സംഘം ചെന്നൈയിലെത്തിയാണ് ഇതിന്റെ പരിശോധനകൾ നടക്കുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണവും ഇപ്പോൾ തുടരുന്നുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദുബായിലെ വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്നും നേരത്തെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് ശബരിമലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പ്രകാരം വിൽപ്പന നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ D മണി എന്നയാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന വിവരം മൊഴിയായി നൽകിയത്. ആ മൊഴി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഈ D മണി എന്ന് പറയുന്ന ആളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം പോയിരിക്കുന്നത്. അവർ പരിശോധനകൾ തുടരുകയുമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ അന്വേഷണ സംഘം തുടരുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് തീർച്ചയായും രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് D മണി എന്ന വ്യവസായിയെ കണ്ടെത്തി അതിലാണ് അദ്ദേഹത്തിന്റെ മൊഴിയിലാണ് ഇനിയുള്ള നിർണായകമായ വിവരങ്ങൾ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരിക്കുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ നീക്കം. പക്ഷിപ്പനിയിൽ വലഞ്ഞ ആലപ്പുഴയിലെ താറാവ് കോഴി കർഷകർ. ക്രിസ്മസ് ആഘോഷത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ 100 കണക്കിന് കർഷകരാണ് ദുരിതത്തിലായത്.
പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ രോഗബാധിതരായ പക്ഷികളെ കൊല്ലുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗത്തിലാണ് പക്ഷിപ്പനി പ്രതിരോധ നിയന്ത്രണ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനമായത്. പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുന്നതിനുള്ള ദ്രുതകർമ്മ സേനകളും അനുബന്ധ ഒരുക്കങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് എന്നിവിടങ്ങളിലായി 19,881 പക്ഷികളെയാണ് കള്ളിങ്ങിലൂടെ കൊന്നൊടുക്കുക. ദേശാടന പക്ഷികളുടെ വരവാണ് രോഗവ്യാപനത്തിന് കാരണം. 1 വർഷത്തോളമായി ജില്ല പക്ഷിപ്പനി മുക്തമായിരുന്നു. 2024 ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി 38 പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 30 എണ്ണവും ആലപ്പുഴയിലായിരുന്നു. 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ 31 വരെ പക്ഷികളെ വളർത്തുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് നിരോധനം നീട്ടിയെങ്കിലും 2025 മാർച്ചിൽ പിൻവലിച്ചു. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പായതോടെ പക്ഷിപ്പനി മുക്തമെന്ന വിജ്ഞാപനവും കേന്ദ്രം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രോഗം വീണ്ടും വില്ലനായി എത്തുന്നത്. ജില്ലയിലെ കള്ളിംഗ് നടപടികൾ 26, 27 തീയതികളിലായി നടക്കും. പക്ഷികളിൽ അസ്വാഭാവിക കൂട്ടമരണം ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗാശുപത്രിയിൽ അറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടം കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക ഉൾപ്പെടെ ഇനിയും ലഭിക്കാനിരിക്കെ കൂടുതൽ ദുരിതത്തിലാകുന്നത് ജില്ലയിലെ 100 കണക്കിന് താറാവ് കർഷകരാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും ചില ഫാമുകളിൽ പക്ഷിപ്പനി സ്വീകരിച്ച സാഹചര്യത്തിൽ കർശന പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി മന്ത്രി വീണ ജോർജ്. മറ്റ് ഫാമുകളിലേക്ക് പടരുന്നില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പിൾ പരിശോധിക്കുന്നതും തുടരുകയാണ്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗുരുതരമായി ന്യൂമോണിയ ബാധിച്ച ആളുകളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കും. ഫാമുകളിലുള്ളവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലകളിൽ ആലപ്പുഴയും കോട്ടയത്തും പക്ഷിപ്പനി താറാവുകളിലും കോഴികളിലും അതോടൊപ്പം തന്നെ ഒരിടത്ത് കാട റിപ്പോർട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് പക്ഷികളിൽ മറ്റു ഫാമുകളിലേക്ക് അത് പടരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കിത് സംബന്ധിച്ച് ഗൈഡ് ലൈൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് മുൻകൂർ ജാമ്യ ഉപാധി പ്രകാരമാണ് നടപടി. അതേസമയം ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമുഹമ്മദ് കുറ്റം നിഷേധിച്ചു. പരാതി വ്യാജമെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ ബാഗും ഫോണും മോഷണം പോയി. മഹിളാ അസോസിയേഷൻ സമ്മേളനത്തിന് ബീഹാറിലേക്ക് പോകുന്ന വഴിയാണ് മോഷണം. കൊൽക്കത്തയിൽ നിന്ന് സമ്മേളനത്തിന് ബീഹാറിലെ സമസ്തിപൂരിലേക്ക് ട്രെയിനിൽ പോകുമ്പോഴായിരുന്നു മോഷണമുണ്ടായത്. ബാഗ്, മൊബൈൽ ഫോൺ, പണം, ഐഡന്റിറ്റി കാർഡുകൾ ഉൾപ്പെടെ നഷ്ടമായി. റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നഗരസഭ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കൊണ്ട് ഒരുക്കിയ ക്രിസ്മസ് ട്രീ വിവാദത്തിൽ. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. ക്രിസ്മസ് ട്രീ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നാരോപിച്ചാണ് UDF കൗൺസിലർമാർ രംഗത്ത് എത്തിയത്. പാലക്കാട് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. സമൂഹത്തിന് ഒരു ഗുണകരവുമല്ലാത്ത നീക്കമാണ്. കാരണം സ്ഥലത്തെ സാഹചര്യം അനുസരിച്ച് വിലയിരുത്തേണ്ടതാണ്. ഇത് ഏത് ദേവാലയത്തിൽ സംഭവിച്ചാലും പൊതുസ്ഥലത്ത് സംഭവിച്ചാലും ഈ സമീപനം നല്ലതല്ല. ആശങ്കകൾ അറിയിക്കേണ്ട കേന്ദ്രങ്ങളിൽ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. അല്ലാതെ എവിടെ നടന്നാലും എത്ര സ്ഥലങ്ങളിൽ 1 ആണോ 5 ആണോ എന്നുള്ളതല്ല, ആ ഒരു അപ്രോച്ച് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamritam.
മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയും മാത്രമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ 96,668 പേർ ശബരിമലയിൽ ദർശനം നടത്തി. വനിതാ ക്രിക്കറ്റ് 2020 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇന്ത്യ ശ്രീലങ്ക ടീം ഇന്ന് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് 5:48 പ്രത്യേക വിമാനത്തിലാണ് ടീമുകൾ എത്തുന്നത്. ഈ മാസം 26, 28, 30 തീയതികളിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 25-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെ ശ്രീലങ്ക ടീമും വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ ഇന്ത്യൻ ടീമും സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. 250 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.